അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് വർക്ക് എനർജി പവർ എന്ന ചാപ്റ്ററിലെ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇത് എക്സാമിനെ സംബന്ധിച്ച് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. കാരണം ഏറ്റവും അധികം റിപ്പീറ്റ് ചെയ്യപ്പെട്ട ഒരു ചോദ്യമെന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജിയുടെ പ്രൂഫാണ് ഫോർ ദി കേസ് ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി. ഒരു ഫ്രീ ആയിട്ട് ഫോൾ ചെയ്യുന്ന ഒരു ബോഡിയുടെ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി പ്രൂവ് ചെയ്യാനായിട്ടാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇനി വരുന്ന എക്സാമിനും ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി പറയുന്നത് ഇഫ് ദി ഫോഴ്സ് ഡൂയിങ് ദി വർക്ക് ഓൺ ഇറ്റ് ആർ കൺസർവേറ്റീവ്, ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് ദ സിസ്റ്റം ഈസ് കൺസർവ്ഡ്. ഒരു സിസ്റ്റത്തിൽ അനുഭവപ്പെടുന്ന ഫോഴ്സുകളെല്ലാം കൺസർവേറ്റീവ് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ മെക്കാനിക്കൽ എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ കേസിലാണ് ചെയ്യുന്നത്. ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയെ സംബന്ധിച്ച് അതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കേസിലാണ് നമ്മളിതിനെ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ h ഹൈറ്റുള്ള ഒരു പോയിന്റിൽ നിന്നും ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഫ്രീ ഫോൾ ചെയ്യാനായിട്ട് അനുവദിക്കുന്നു. m മാസ്സുള്ള ഒരു ഒബ്ജക്റ്റിനെ ഫ്രീ ഫോൾ ചെയ്യാൻ അനുവദിക്കുന്നു. അപ്പോൾ അങ്ങനെ അത് ഫ്രീ ഫോൾ ചെയ്യുമ്പോഴുള്ള അതിൻ്റെ 3 പൊസിഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ a എന്ന് പറയുന്ന പൊസിഷനിൽ നിന്നും x ഡിസ്പ്ലേസ്മെൻറ്റ് താഴെയാണ് b എന്ന് പറയുന്ന പോയിൻ്റ്. ടോട്ടൽ ഹൈറ്റ് h ആയതുകൊണ്ട് b തൊട്ട് c വരെയുള്ള ഡിസ്റ്റൻസ് h മൈനസ് x ആണ്. അപ്പോൾ ഇതാണ് h മൈനസ് x ആണ് ഇതിനിടയ്ക്കുള്ള ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസ് വെച്ച് എ ബി സി ഈ 3 പോയിന്റിലുമുള്ള ടോട്ടൽ എനർജി നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ ആദ്യം നമുക്ക് എയിലുള്ള ടോട്ടൽ എനർജി കണ്ടുപിടിക്കാം. ടോട്ടൽ എനർജി അറ്റ് എ. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജിയാണ്. h ഹൈറ്റ് കൊണ്ട് ഈ ഒബ്ജക്റ്റിന് ലഭിക്കുന്ന പൊട്ടൻഷ്യൽ എനർജി mgh ആണ്, പ്ലസ് കൈനറ്റിക് എനർജി എ എന്ന് പറയുന്ന പൊസിഷനിൽ ഈ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് ആണ്. ഇവിടെ നിന്നാണ് അത് ഫ്രീ ഫോൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയുള്ള വെലോസിറ്റി 0 ആണ്. അപ്പോൾ അതുകൊണ്ട് കൈനറ്റിക് എനർജി 0 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എയിലുള്ള ഇതിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് mgh ആണ്. അടുത്തതായി നമുക്ക് ബി എന്ന് പറയുന്ന പോയിന്റിലുള്ള ടോട്ടൽ എനർജി കണ്ടുപിടിക്കണം. അറ്റ് ബി. ബിയിലെയും ടോട്ടൽ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജിയാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സമ്മാണ് ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ബിയിലെത്തി കഴിയുമ്പോഴത്തേക്കിന് ഈ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് h മൈനസ് x ആയിട്ട് കുറയുന്നു. അപ്പോൾ അതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി mg ഇൻറ്റു എച്ചിന് പകരം h മൈനസ് x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പ്ലസ് കൈനറ്റിക് എനർജി നമുക്കറിയാം, കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv² ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ബി എന്ന് പറയുന്ന പോയിന്റിലെത്തുമ്പോഴുള്ള ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് v² മൈനസ് u² ഈസ് ഈക്വൽ ടു 2as എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് v², ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് ആണെങ്കിൽ അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്, ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു a. ഫ്രീ ഫോൾ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന് ലഭിക്കുന്ന ആക്സിലറേഷൻ g ആണ്, s ഇതിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് x. അപ്പോൾ നമുക്കിവിടെ v² ഈസ് ഈക്വൽ ടു 2gx എന്ന് കിട്ടുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ളതും v² തന്നെയാണ്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. mg ഇൻറ്റു h മൈനസ് mg ഇൻറ്റു x പ്ലസ് ഹാഫ് ഇൻറ്റു m ഇൻറ്റു v² പകരം നമുക്ക് 2gx സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ 2ഉം 2ഉം കട്ടായി പോകുന്നു. അപ്പോൾ ഇവിടെ ഒരു mgx, ഇവിടെ ഒരു മൈനസ് mgx, ഇത് രണ്ടും കട്ടായി പോകുമ്പോൾ ടോട്ടൽ എനർജി mgh എന്ന് ലഭിക്കുന്നു. അപ്പോൾ എയിലുണ്ടായിരുന്ന അതേ ടോട്ടൽ എനർജി തന്നെ നമുക്ക് ബിയിലും ലഭിച്ചിട്ടുണ്ട്. ഇനി അടുത്തിന് നമുക്ക് സിയിലെ ടോട്ടൽ എനർജി കണ്ടുപിടിക്കണം. അറ്റ് സി. സി എന്ന് പറയുന്ന ഏറ്റവും താഴെയുള്ള പോയിൻ്റാണ് സി. അപ്പോൾ അവിടുത്തെയും ടോട്ടൽ എനർജി കണ്ടുപിടിക്കണം. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജിയാണ്. അപ്പം താഴെ എത്തുമ്പോഴത്തേക്ക് ഹൈറ്റ് 0 ആയി മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി അവിടെ 0 ആയിട്ട് മാറുന്നു. പ്ലസ് കൈനറ്റിക് എനർജി നേരത്തെ പോലെ തന്നെ ഹാഫ് mv². അപ്പോൾ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു m ഇൻറ്റു
വി സ്ക്വയർ. അപ്പോൾ ഇവിടെ ഏറ്റവും ചോട്ടിലെത്തുമ്പോഴുള്ള വെലോസിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ ഇത്രയും സമയം കൊണ്ടുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എച്ച് ആയതുകൊണ്ട് എക്സിന് പകരം നമുക്കിവിടെ എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അതായത് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2g എച്ച് ആകും. അപ്പോൾ ഈ വി സ്ക്വയർ പറഞ്ഞാൽ നമുക്ക് 2g എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇൻറ്റു 2g എച്ച്. 2 ഇൻറ്റും കട്ടായി പോകുന്നു ഈസ് ഈക്വൽ ടു mg എച്ച് എന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്ക് എയിലുണ്ടായിരുന്ന ടോട്ടൽ എനർജി mgh ആണ്, ബിയിലെയും ടോട്ടൽ എനർജി mgh തന്നെ വന്നു, സിയിലെയും ടോട്ടൽ എനർജി mgh തന്നെ ലഭിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഫ്രീ ഫോൾ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ഏത് പൊസിഷനിലുള്ള ടോട്ടൽ എനർജി കണ്ടുപിടിച്ചാലും നമുക്ക് സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ടോട്ടൽ എനർജി അല്ലെങ്കിൽ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ ഇവിടെ ഒരു ഗ്രാഫിക്കൽ എക്സ്പ്ലനേഷൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അതായത് ഗ്രാഫിക്കൽ വേരിയേഷൻ ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി വിത്ത് റെസ്പെക്ട് ടു ഹൈറ്റ് ഫ്രം ദി ഗ്രൗണ്ട്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഹൈറ്റ് കൂടിക്കൂടി വരുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കൂടിക്കൂടി വരികയും മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആകുകയും ചെയ്യുന്നു. അതേസമയം തന്നെ കൈനറ്റിക് എനർജി കുറഞ്ഞു വന്ന് 0 ആയി മാറുകയും ചെയ്യുന്നു. ടോട്ടൽ എനർജി എല്ലായ്പ്പോഴും കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. അപ്പോൾ ഇവിടെ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഫോർ എ ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ കേസിലാണെങ്കിൽ ടോട്ടൽ എനർജി എപ്പോഴും നമുക്ക് mgh ആണ് ലഭിക്കുന്നത്. അപ്പോൾ ഇത് ഗ്രാഫിക്കൽ എക്സ്പ്ലനേഷൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.